മനസാക്ഷിയുമില്ലാത്ത രീതിയിൽ തെക്കും വടക്കും കോൺഗ്രസ് അനുഭാവിയായതിന്റെ പേരിൽ മാറ്റി ഒരുപാട് ചരിത്രം നമ്മുടെ ജീവനക്കാർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഇടപെടലുകൾക്കൊന്നും തന്നെ ഒരു പ്രസക്തിയും ഉണ്ടായിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. നമ്മുടെ ജീവനക്കാരെ ദ്രോഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, പിണറായിയുടെ വീട്ടിന്റെ മുമ്പിൽ പോലീസ് ഇന്നലെ ഏഷ്യാനെറ്റിലും മറ്റ് ചാനലുകളും വന്നു. പിണറായിന്റെ വീടിന് മുന്നിൽ 2 മാസങ്ങളായി ഒരു പോലീസ് ജീപ്പ് കിടക്കുകയാണ്. ആ പോലീസ് ജീപ്പിന്റെ ഉള്ളിലാണ് പോലീസുകാരോട് താമസിക്കാൻ പറയുന്നത്. അവിടെ ബാത്റൂം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും ഒരുക്കാതെ എന്തൊരു നീതിത്വമാണ്! ഇവരെ AC-യിൽ നിൽക്കുന്നു, ലിഫ്റ്റ് പണിയാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു, പശുവിനെ വളർത്താൻ വേണ്ടി പശുക്കൂടുണ്ടാക്കാൻ വേണ്ടി കോടികൾ മുടക്കുമ്പോൾ സാധാ പോലീസുകാർ താമസിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള നേർരേഖ ഇന്നലെ ചാനലിലൂടെ നമ്മൾ കണ്ടു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അധികാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരം ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിനും കാര്യത്തിനും മാത്രമായി ഉപയോഗിക്കുക, അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പോയാൽ ഇപ്പോൾ അനുഭവിക്കുന്ന അഹങ്കാരം, ധാർഷ്ട്യം, ഹുങ്ക്, അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് പറ്റിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ജനങ്ങളാണ് നമ്മുടെ എല്ലാം എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ട നമ്മുടെ പ്രിയപ്പെട്ട K. സുധാകരൻ MP അവர்கள் ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് അടുത്തതായി എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി